പൂനെയിൽ നിന്ന് മരുന്നെത്തിച്ചു, ബോംബെയിൽ നിന്ന് മരുന്നെത്തിച്ചു, അമേരിക്കയിൽ നിന്ന് മരുന്നെത്തിച്ചു. ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നും മരുന്നെത്തിച്ചായി നമ്മൾ ഒരുപാട് വാർത്തകൾ കാണാറുണ്ട്. പക്ഷേ ബഹിരാകാശത്ത് നിന്നും ഒരു പേടകം, വാർഡ പേടകം മരുന്നുമായി എത്തിച്ചു എന്നുള്ള വാർത്ത എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നറിയില്ല. അതിശയകരവും അതുപോലെ തന്നെ അത്ഭുതവും നിറഞ്ഞൊരു വാർത്തയാണത്. ഇനി നമുക്ക് മരുന്നുകൾ വരാൻ പോകുന്നത് ബഹിരാകാശത്ത് നിന്നുമാണ്. അതായത് നാമമാത്രമായ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഉള്ളിൽ നിർമ്മിക്കപ്പെടുന്ന മരുന്നുകളായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തുക. ഇതിന് ഒരു വലിയ സാധ്യതയാണ് ഗവേഷകർ കാണുന്നത്. മരുന്നുകൾ മാത്രമല്ല ഇങ്ങനെ നമ്മുടെ മനുഷ്യ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ഒരുപാട് കണ്ടക്ടറുകൾ, സെമി കണ്ടക്ടറുകൾ, ഇതെല്ലാം ബഹിരാകാശത്ത് നിർമ്മിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങുകയാണ് ചില സ്റ്റാർട്ടപ്പുകൾ. വാർഡ സ്പേസ് ഇൻഡസ്ട്രീസിന്റെ W1 മിഷൻ ഭൂമിയിലേക്ക് ബഹിരാകാശത്ത് നിന്നും മടങ്ങിയെത്തിയത് വില കൂടിയ ഒരു മരുന്നുമായിട്ടായിരുന്നു. അതിന്റെ പേരാണ് റൈറ്റോനവീർ. ഈ മരുന്ന് HIV, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് C പോലുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഈ മരുന്നുകൾ ബഹിരാകാശത്ത് നിർമ്മിക്കുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. വളരെ ചെറിയ ഗുരുത്വാകർഷണമുള്ള അവിടെ മരുന്ന് ക്രിസ്റ്റലുകൾ നിർമ്മിക്കുന്നത് വളരെ എളുപ്പമാണ്. ബഹിരാകാശത്തുള്ള ഭാരമില്ലാത്ത അവസ്ഥ ഒരു സവിശേഷ അനുഗ്രഹമാണ്. ഒരു മികച്ച ക്രിസ്റ്റൽ ഘടനയ്ക്ക് അവ വളരെ സഹായകവുമാണ്. 7 മാസം W1 എന്ന പേടകം ഭൂമിയെ ഭ്രമണം ചെയ്തു. പേടകത്തിലുള്ള പ്രത്യേക ഗവേഷണശാലയിലായിരുന്നു മരുന്നുകൾ തയ്യാറാക്കിയത്. ഭൂമിയിൽ ഉണ്ടാക്കുന്ന മരുന്നിനെ കഴിഞ്ഞും കൂടുതൽ ഗുണനിലവാരം കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് ഈ മരുന്നിന്റെ പ്രത്യേകത. അതുതന്നെയാണ് കമ്പനിക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത്. എല്ലാ അനുമതികൾക്കും ശേഷമാകും ഈ മരുന്ന് രോഗികൾക്ക് നൽകുന്നത്. പ്രോട്ടീനുകളുടെയും മറ്റു തന്മാത്രകളുടെയും ക്രിസ്റ്റലുകൾക്ക് മൈക്രോ ഗ്രാവിറ്റിയിൽ കൂടുതൽ വലുപ്പത്തിലും കൂടുതൽ ഏകീകൃതവുമായി വളരുവാൻ സാധിക്കുന്നു. ഈ ഒരു അവസരം പുതിയ പുതിയ മരുന്നുകൾ സൃഷ്ടിക്കുന്നതിനും ഭൂമിയിൽ നിലവിലുള്ള മരുന്നുകൾ അതിലും കൂടുതൽ ഗുണനിലവാരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഗവേഷകർ പറയുന്നത്. ദ്രാവകങ്ങൾക്ക് മൈക്രോ ഗ്രാവിറ്റിയിൽ കൂടുതൽ കാര്യക്ഷമതയോടെ കലരുവാൻ സാധിക്കുന്നു. ഇത് രാസപ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. ബഹിരാകാശത്തെ അണുവിമുക്തമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം മരുന്നിന്റെ ഉൽപാദന സമയത്തുണ്ടാകുന്ന മലിനീകരണത്തെ തടയുന്നു. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും മരുന്നിന്റെ ഉൽപാദനവുമായിട്ട് സംബന്ധിച്ച ഒരുപാട് വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. ബഹിരാകാശത്ത് മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നിലവിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഈ സാങ്കേതിക വിദ്യ സാധാരണമാകുന്നതിന് മുമ്പ് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട്. ബഹിരാകാശത്തുള്ള ഈ മരുന്ന് നിർമ്മാണത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ മുൻപോട്ട് വരുന്നുണ്ട്. അവരുടെ ആശയങ്ങളിൽ ഒരുപാട് ഫാൻറ്റസികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മുമ്പോട്ട് വരുന്നുണ്ട്. കൂടുതൽ ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങൾ, കൂടുതൽ ക്വാളിറ്റിയുള്ള മരുന്നുകൾ, കൂടുതൽ ക്വാളിറ്റിയുള്ള കോസ്മെറ്റിക്സ്, ഇവയെല്ലാം ബഹിരാകാശത്ത് നിർമ്മിക്കാൻ പല പല കമ്പനികളും ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഉയർന്ന റേഡിയേഷനും അതുപോലെ തന്നെ വായു ഇല്ലാത്ത ഒരു അവസ്ഥയുമാണ്. ഏറ്റവും ആദ്യഘട്ട പരീക്ഷണങ്ങൾ ISSൽ ഒരുപാട് രാജ്യങ്ങളും ചില ലബോറട്ടറികളും ചേർന്ന് നടത്തിയിട്ടുണ്ട്. മനുഷ്യപേശികൾ, അർദ്ധചാലകങ്ങൾ, ഇവയെല്ലാം ISSൽ നിർമ്മിച്ചു പരീക്ഷണങ്ങൾ വിജയിച്ചും കഴിഞ്ഞു. ISSൽ ക്യാൻസർ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുവാൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു എമൗണ്ട് അവരുടെ ബജറ്റിൽ മാറ്റിവെച്ചിരുന്നു. ISSൽ നിലവിൽ ഗവേഷണശാല തുടങ്ങുക എന്നത് ഒരു വലിയ കടമ്പയാണെങ്കിലും അങ്ങനെ വലിയ അനുമതിയൊന്നും ലഭിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ പോലെയുള്ള ചില രാജ്യങ്ങൾ ഇതിനു വേണ്ടി ഒരു സ്വന്തമായിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുവാൻ ആലോചിക്കുന്നുമുണ്ട്. അങ്ങനെ ISSൽ അവസരം ലഭിച്ച ഒരുപാട് രാജ്യങ്ങൾ അവർ ഒരുപാട് പേറ്റന്റുകൾ നേടി റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൈക്രോ ഗ്രാവിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ട് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഒരു വലിയ മത്സരമായിട്ട് തന്നെ ആ രാജ്യങ്ങൾ എടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ബലമായിട്ട് പേറ്റന്റ് നേടുന്നതിൻ്റെ എണ്ണം ഏകദേശം 10 ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിനിടയിലാണ് മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത്. 2030 ISS അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ ഒരു അവസരമായി കണക്കാക്കുന്നത്. ആദ്യം രംഗത്തെത്തിയിരിക്കുന്നത് കാലിഫോർണിയയിലെ വാർഡ സ്പേസ് ഇൻഡസ്ട്രീസും ബ്രിട്ടൻ ആസ്ഥാനമായുള്ള സ്പേസ് ഫോർജുമാണ്. വാർഡയുടെ പേടകം മരുന്നുമായി ഭൂമിയിലേക്ക് വന്നതോടുകൂടി മത്സരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2020 വാർഡയുടെ തുടക്കം. ഏറ്റവും ലാഭം തരുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് മരുന്ന് കമ്പനിയെ അവർ ഇൻവെസ്റ്ററുകളുടെ മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. കോവിഡ് ഗവേഷണത്തിലൂടെ ഫൈസർ, പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള കമ്പനികൾ സ്വന്തമാക്കിയ നേട്ടമാണ് അവർ മാതൃകയായി കാണുന്നത്. ചിലവ് കുറഞ്ഞതും ഗുണനിലവാരം കൂടിയതുമായ ഔഷധങ്ങൾ അവതരിപ്പിക്കണം. അതിനായി
വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കമ്പനികളുമായി പങ്കുചേരണം. വാർഡ അതിന് പകരം വയ്ക്കുന്നത് ലാഭവിഹിതമാണ്. മരുന്നുകൾ ഉൾക്കൊള്ളുന്ന ചെറിയ ലാബുകൾ ബഹിരാകാശത്തേക്ക് അയക്കുകയാണ് ആദ്യഘട്ടം. ഒരു നിശ്ചിത കാലം പേടകം ഭൂമിയെ ഭ്രമണം ചെയ്യും. ഈ സമയം നാമമാത്രമായ ഗുരുത്വാകർഷണ സാഹചര്യം സെൻസറുകളുടെയും റോബോട്ടുകളുടെയും സഹായത്തോടെ സംയുക്തങ്ങൾ മരുന്നുകളായി മാറും. ഭൂമിയിൽ വസ്തുക്കൾക്ക് ഗുരുത്വാകർഷണ ബലം മൂലം ചെരിയുക, തുളുമ്പിപ്പോവുക, താഴേക്ക് വീഴുക എന്നിങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് റോബോട്ടുകളുടെ പ്രവർത്തനം വളരെ എളുപ്പത്തിലാകും. ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനമില്ലാതെ ദ്രാവകങ്ങളെ പരസ്പരം കലർത്തുക, ചൂടാക്കുക, തണുപ്പിക്കുക, ക്രിസ്റ്റലൈസ് ചെയ്യുക എന്നിവ വളരെ ലളിതമാണ്. നാസയുടെ സഹായവും ഈ കാര്യത്തിൽ വാർഡയ്ക്കുണ്ട്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് ആണ് വാർഡയുടെ ലാബിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. മരുന്ന് കമ്പനികൾ പ്രധാനമായും വാർഡയെ ആശ്രയിക്കുന്നത് പ്രോട്ടീൻ ക്രിസ്റ്റലൈസേഷനാണ്. പ്രോട്ടീനുകളാൽ അങ്ങേയറ്റം പൂരിതമായ ലായനികളായി ബാഷ്പീകരിച്ച് ക്രിസ്റ്റൽ രൂപത്തിലാക്കുന്ന സാങ്കേതിക വിദ്യ. അങ്ങനെ ക്രിസ്റ്റൽ രൂപത്തിലാകുന്ന പ്രോട്ടീനുകൾ വേഗത്തിൽ പഠിച്ചെടുക്കുവാൻ ഗവേഷകർക്കാകും. ത്തെക്കുറിച്ച് മികച്ച ആശയം തേടാൻ ശാസ്ത്രജ്ഞരെ ഇത് സഹായിക്കും. ഇപ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ കൂടുതൽ ഫലപ്രദമാക്കാനും വാർഡ ശ്രമിക്കുന്നുണ്ട്. ഭൂമിയിൽ രൂപം കൊള്ളുന്ന പ്രോട്ടീൻ ക്രിസ്റ്റലുകളെ കഴിഞ്ഞും കൂടുതൽ ഗുണനിലവാരം ബഹിരാകാശത്ത് രൂപം കൊള്ളുന്ന ക്രിസ്റ്റലുകൾക്കുണ്ട് എന്ന് വാർഡ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. മെർക്ക് ആൻഡ് കമ്പനിയുടെ ക്യാൻസർ മരുന്നായ കീട്രൂഡയിൽ അടങ്ങിയിരിക്കുന്ന പെംബ്രോലിസുമാബ് എന്ന ഒരു ഘടകം ഭൂമിയിലേതിനേക്കാൾ വളരെ ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. മരുന്നുകൾ നിർമ്മിക്കാൻ വാർഡ ശ്രമിക്കുമ്പോൾ ഫോർജിന്റെ ശ്രദ്ധ അർദ്ധചാലകങ്ങൾ നിർമ്മിക്കുന്നതിലായിരുന്നു. 2018 ഈ കമ്പനിയുടെ തുടക്കം. അടിസ്ഥാനമാക്കിയുള്ള സെമി കണ്ടക്ടറുകളുടെ നിർമ്മാണം ചിലവ് കൂടിയതെന്നാണ് അവരുടെ ഒരു നിഗമനം. ഈ കണ്ടക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഗാലിയം നൈട്രൈഡ്, സിലിക്കൺ കാർബൈഡ് എന്നിവയുടെ ഉൽപാദനം വളരെ ചിലവ് കൂടിയതാണ്. സിലിക്കണിൽ ലഭിക്കുന്ന ഊർജത്തിന്റെ 97% താപമായിട്ട് നഷ്ടപ്പെടും. കുറഞ്ഞ ഊർജം മാത്രം ആവശ്യമുള്ള വളരെ ഗുണനിലവാരമുള്ള സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുകയാണ് ഈ കമ്പനിയുടെ ഒരു ആവശ്യം. ഭൂമിയിൽ നിർമ്മിക്കുന്ന ഗാലിയം നൈട്രൈഡിന്റെ ഊർജ്ജക്ഷമത 7% മാത്രമാണ്. എന്നാൽ ബഹിരാകാശത്ത് നിർമ്മിക്കുന്നത് 25% വരെ ആകാമെന്നാണ് കമ്പനിയുടെ ഒരു നിലപാട്. ബഹിരാകാശത്ത് ഭൂമിയിലേക്കാൾ മികച്ച സംയുക്തങ്ങൾ ഉണ്ടാക്കാമെന്ന് 1970കളിൽ സ്കൈലാബിൽ കണ്ടെത്തിയിരുന്നു. സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളും അവിടെ നിർമ്മിക്കാൻ സാധിക്കുന്നു. എൻഹാൻസ്ഡ് കെമിക്കൽ വേപ്പർ ഡിസ്പോസിഷൻ മാർഗമാണ് ശാസ്ത്രജ്ഞർക്ക് മുമ്പിലുള്ളത്. ഓരോ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ശേഷം 1 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെ അർദ്ധചാലകങ്ങൾ ആവശ്യമായ ക്രിസ്റ്റലുകൾ രൂപപ്പെടുത്താൻ സാധിക്കുമെന്ന് കമ്പനി ഉറച്ചു വിശ്വസിക്കുന്നു. സോളാർ സെല്ലുകൾ, കാർബൺ നാനോ ട്യൂബുകൾ, ഗ്രാഫീൻ സംയുക്തങ്ങൾ, പ്ലാറ്റിനം സംയുക്തങ്ങൾ, ബാറ്ററികൾ എന്നിവ ഫാക്ടറിയുടെ സഹായത്തോടെ നിർമ്മിക്കുവാൻ അവർ പദ്ധതിയിടുന്നു. സ്പേസ് ടാങ്കോ, റെഡ് വയർ തുടങ്ങിയ കമ്പനികൾ ബഹിരാകാശ ഫാക്ടറികൾക്കായി രംഗത്ത് എത്തിയിട്ടുമുണ്ട്.